ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാൻ എൻ്റെ സ്വാഗതം. ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ട് നസ്രിയയുടെയും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്, അതും കാണിക്കുന്നുണ്ട്. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ ഞാനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ നായിക എത്തുന്നത് ശ്രീമതി ഷെട്ടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഓൺബോർഡായ രീതിയിൽ. പിന്നെ പാലേരി മണിക്കം എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം റിലീസിന് എത്തുന്നു ഒക്ടോബർ 4 അറിയിച്ചു. പിന്നെ CTR അല്ലെങ്കിൽ കൺട്രോൾ ഉള്ള രീതിയിൽ ഒരു പടം പുറത്തിറങ്ങുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തുനിന്ന്. അത് ഒക്ടോബർ 4 പുറത്തിറങ്ങുന്നത്, എന്ന് വെച്ചാൽ നാളെ. പിന്നെ ഗുമസ്തൻ എന്ന് പറഞ്ഞ പടത്തിന് കന്നഡയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് നൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ്, എന്ന് വെച്ചാൽ രാജ് ഷെട്ടിയുടെ കമ്പനി. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഒരു ബർത്ത്ഡേ വിഷുവിന് വേണ്ടിയുള്ള പോസ്റ്റർ കണ്ടിട്ടുണ്ട്, സത്യരാജിൻ്റെ ആണ്. പിന്നെ ലോകേഷ് കനരാജും ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഈ കൂലിയുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് സത്യരാജിനെ വെച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സന്ദീപ് റെഡ്ഡി പങ്കെടുക്കുന്ന പടം ഇപ്പോൾ അടുത്ത് തുടങ്ങുന്നുള്ള രീതിയിൽ ആളെന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ ഡൽഹി ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 15 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ മാൻ ആന സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ ഒക്ടോബർ 5 മറ്റന്നാൾ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. അതിൻ്റെ 8:4 പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞിട്ടുള്ള പടം 2025 വിഷുവിനായിരിക്കും പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനൊക്കെ അഭിനയിക്കുന്ന പടമാണ്. അൽതാഫ് സലീമാണ് പടം എടുക്കുന്നത്, ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും ആവേശം എന്ന് പറഞ്ഞ പടം ഏപ്രിൽ 11 പുറത്തിറങ്ങിയത്. അപ്പോൾ ആ ദിവസത്തിലായിട്ട് തന്നെ പുറത്തിറങ്ങുന്ന രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷമാവും ചെയ്യും ആവേശം എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട്. പിന്നെ ബ്രോമാൻസ് എന്ന് പറഞ്ഞിട്ട് അർജുൻ അശോകനും മാത്യു തോമസും മഹിമ നമ്പ്യാരി പിന്നെ സംഗീത് പ്രതാപൊക്കെ അഭിനയിക്കുന്ന പടത്തിൻ്റെ റിലീസ് അത് ഫെബ്രുവരി 14 2025 എന്നുള്ളതാണ് കേൾക്കുന്നത്, എന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേക്ക്. പിന്നെ മട്ക എന്ന് പറഞ്ഞിട്ടുള്ള വരുന്തേജിൻ്റെ പടത്തിൻ്റെ ടീസർ 5 മറ്റന്നാൾ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ സ്വാഗ് എന്ന് പറഞ്ഞ അവിടെ നാളെ റിലീസിന് എത്തുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നു. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. പിന്നെ അൺസീൻ സ്റ്റിൽസൊക്കെ ഇപ്പോൾ 4-5 കിട്ടിയിട്ടുണ്ട്, എന്തായാലും കുറച്ച് കാണിക്കത്തില്ല. പിന്നെ ഗുഡ് ബൈ അഗ്ലി എന്ന് പറഞ്ഞിട്ട് തല അജിത്ത് അഭിനയിക്കുന്ന പടം. ആ പടത്തിൽ കുറേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് അജിത്തിന് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ ഒരു സോങ്ങിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിൽ പ്രസന്ന ഓൺബോർഡ് ആയി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവാർത്തിൻ്റെ പടം ഒക്ടോബർ 31 പടം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ ഹേയ് മിന്നൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് TV പ്രകാശിൻ്റെ വർക്കിൽ 700ാമത്തെ പാട്ടായി വരുന്ന പാട്ടാണിത്. ആ പാട്ട് ഒക്ടോബർ 4 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങും. അതിൻ്റെ ഒരു പ്രൊമോ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, കേട്ടിട്ട് നല്ല രസമുള്ള പാട്ടാവാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ നമ്പർ 7 മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 വിനായകനും മമ്മൂട്ടി അഭിനയിക്കുന്ന പാട്ടാണ്. അത് മമ്മൂട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മമ്മൂട്ടി ജോയിൻ ചെയ്തതിൻ്റെ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. വിനായകനും മമ്മൂട്ടിയും കൂടി നിൽക്കുന്ന ഫോട്ടോ ആണിത്. പിന്നെ കുറേ ആൾക്കാർക്ക് മമ്മൂട്ടി ഇതിൽ ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് എഴുതിയിട്ടുള്ളത്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വേട്ടയെന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടത്തിൻ്റെ ട്രെയിലർ ഇന്നലെ 5 മണിക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 5 മണിക്കല്ല, ഒരു 5:30 ഉള്ളിലൊക്കെ ആയിട്ട് എത്തും ചെയ്ത്. ട്രെയിലർ കണ്ടിട്ട് നല്ല രസമുള്ള ഒരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നിയത്. പടം നന്നാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ട്രെയിലർ ഇപ്പോൾ ട്രെൻഡിങ് 1-ലൊക്കെയാണ്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ പടത്തിൻ്റെ 7:4 പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൻ്റെ നോർത്ത് അമേരിക്കൻ കളക്ഷൻ 5.5 മില്യൺ പ്ലസ് ആയിട്ടുണ്ടെന്ന് അറിയിച്ചു. അതേമാതിരി മൊത്തത്തിൽ 396 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടിയെന്നുള്ള ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ പ്രോമോ എന്നുള്ള രീതിയിലൊരു 40-45 സെക്കൻഡുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ സിംഗം മെഗൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ ഒക്ടോബർ 7 പുറത്തിറങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. കുറേ ആൾക്കാർ അഭിനയിക്കുന്നുണ്ടായാലും മെയിൻ കഥാപാത്രം അജയ് ദേവഗനാണ്. എന്തായാലും 7 ട്രെയിലർ വരും. പിന്നെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസാസ്റ്റർ പടത്തിന് ശേഷം ഇന്ത്യൻ 3 വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ആ പടം ഡയറക്റ്റ് OTT റിലീസിനാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. മിക്കവാറും ഒരു ജനുവരിയിലൊക്കെ ആയിട്ട് റിലീസിന് എത്തും എന്നുള്ളതും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ ബസോക്ക എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ കംപ്ലീറ്റ് ആയി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതേമാതിരി പടം 2024 അല്ലെങ്കിൽ 2025 റിലീസ്. അനൗൺസ്മെൻറ്റ് പടത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. പിന്നെ തലപതി 69 എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടത്തിൽ അമിതാഭ് ബൈജു ഓൺബോർഡ് ആയിട്ടുണ്ട്. അതേമാതിരി ഗൗതം വാസുദേവ് മേനോൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. ഗസ് ചെയ്തതിൽ ഇല്ലാത്തൊരു ക്യാരക്ടറാണിത്, അത് അവർ സർപ്രൈസായി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പ്രിയമണിയുടെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സർപ്രൈസ് ആക്കി വെച്ച ആളായിരുന്നു നരൻ്റെ, അപ്പോൾ നരനും ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഗസ് ചെയ്ത പോലെ തന്നെ പ്രകാശ് രാജും ആളും ഓൺബോർഡ് ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റത്തെ. ഇന്നത്തോണ്ട് ഇതൊക്കെ കൂടി തീർക്കാൻ കാരണം മിക്കവാറും നാളെ പൂജ വീഡിയോ ഇറക്കാൻ സാധ്യത ഉണ്ടാവും, അതുകൊണ്ടായിരിക്കണം. കാരണം പൂജ നാളെ നടക്കുന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ വിളിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.